ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനാണ് കേട്ടോ. അപ്പം നമ്മുടെ മോർണിംഗ് സ്കിൻ കെയറിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഒരു ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് സെറം, അതായത് നമ്മുടെ ഫേസ് സെറം എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. പിന്നെ എന്ന് പറയുന്നത് മോയ്സ്ചറൈസേഷൻ ആണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നാലാമത്തേന്ന് പറയുന്നത് മെയിനായിട്ടും മറക്കാണ്ട് ചെയ്യേണ്ടതാണ് സൺ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇത് 4ആണ് നമ്മുടെ സ്കിൻ കെയറിലെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ്. അപ്പോൾ നമുക്കിത് നോക്കിയാലോ. അപ്പോഴത്തെ ഞാൻ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ പ്യൂരിഫൈയിങ് നീം ഫേസ് വാഷാണ്. ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സെറ്റഫിലിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഫേസ് ഒന്ന് വെറ്റ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകാം. 2-3 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് വാഷ് ചെയ്യുക കേട്ടോ. ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടും ഓയിലും അതുപോലെ തന്നെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് വെള്ളം ഒഴിച്ച് കഴുകുക അല്ലെങ്കിൽ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറലായിട്ടുള്ളൊരു മോയ്സ്ചർ കണ്ടൻറ്റ് പോയി നമ്മുടെ സ്കിന്ന് ഹാഷ് ആവാൻ അതുപോലെ ഡ്രൈ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ലെൻസർ ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക്, അതായത് നമ്മുടെ സെറം എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ഒപ്പി കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓവറായിട്ടുള്ള വെള്ളം ഒന്ന് എടുത്ത് മാറ്റുന്നുള്ളൂ. പിന്നെ നാച്ചുറലായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. അടുത്തത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വിറ്റമിൻ സി സെറമാണ് കേട്ടോ. അപ്പോൾ വിറ്റമിൻ സി സെറം നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഫേസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഫേസ് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പിൽഗ്രിമിൻ്റെ 10% വിറ്റമിൻ സി ഫേസ് സെറം ആണ് കേട്ടോ. ഞാനിതൊരു 3 ഡ്രോപ്പ് എടുത്തിട്ട് എൻ്റെ ഫേസിൽ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സെറത്തിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്. മുഖത്തെ പാടുകൾ മാറ്റാനും അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എല്ലാം മാറ്റി സ്കിന്നൊന്ന് ഗ്ലോ ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വിറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമുക്ക് 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അടുത്ത നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നിവിയയുടെ മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് വേണം കേട്ടോ സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ഡ്രൈ അല്ലെങ്കിൽ നോർമൽ സ്കിന്നുള്ളവർക്ക് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറും, ഓയിലി സ്കിന്നുള്ളവർക്ക് ജെൽ അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറും ആയിരിക്കും നല്ലത്. സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അലോവേരയൊക്കെ വരുന്ന ടൈപ്പ് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്താൽ അവരുടെ സ്കിന്നിന് വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്കിന്നിൽ ഓരോ പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യുമ്പോഴും അത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ഒരു 2-3 മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഓരോ പ്രോഡക്റ്റും നമ്മുടെ സ്കിന്നിലേക്കൊന്ന് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുത്താൽ മാത്രമേ ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൽ യൂസ് ഉള്ളൂ. അടുത്ത സൺസ്ക്രീനാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ SPF 55 സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു SPF 13 ഉള്ളത് വരെ സ്റ്റാർട്ട് ചെയ്യുന്നത് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സൺസ്ക്രീൻ എപ്പോഴും 2 ഫിംഗർ റൂൾ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ സ്കിന്നിൽ ആവശ്യത്തിന് സൺ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്രയും അളവിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഞാൻ പുറത്തെവിടെയും പോകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഫേസിലും കയ്യിലും നെക്കിലും, അതായത് സൺ എക്സ്പോഷർ വരുന്ന എല്ലാ ഭാഗങ്ങളിലും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. സൺസ്ക്രീൻ വാങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 30 SPF ഉള്ളത് വേണം കേട്ടോ മേടിക്കാൻ. അതിലും കുറഞ്ഞത് മേടിച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വലിയ സൺ പ്രൊട്ടക്ഷൻ ഒന്നും ലഭിക്കത്തില്ല. ഹാംഫുൾ ആയിട്ടുള്ള UV റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് SPF 30 ഉള്ള സൺസ്ക്രീൻ എങ്കിലും വേണം. അതുപോലെ തന്നെ സൺസ്ക്രീൻ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ലിപ് ബാമാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും വേണമെന്നുണ്ടാവില്ല. വേണ്ടവർക്ക് ഇത് അപ്ലൈ ചെയ്യാം, അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. എൻ്റെ അത്യാവശ്യം നല്ല ഡ്രൈ ലിപ്സാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ലോട്ടസിൻ്റെ ഫ്രൂട്ടി ഫ്യൂഷൻ എന്ന് പറയുന്ന ലിപ് ബാമാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ 2ാമത്തെ പർച്ചേസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ്. ഇതെല്ലാവരും ഫോളോ ചെയ്യണം. ഇതിപ്പോൾ അതായത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഓരോ സ്കിൻ ടൈപ്പിന് ബേസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ, സൺസ്ക്രീനും അതുപോലെ ക്ലെൻസർ എങ്ങനെ ചൂസ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.